കൂട്ടുകാരി, ഇത് തമ്പനയിൽ പറയുന്ന പോലെ ഒരു സർപ്രൈസ് വീഡിയോയാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം സർപ്രൈസ് എന്താണെന്ന് പറയാം. അതിനു മുമ്പ് പറയട്ടെ, ഈ കഥയിലെ കഥാനായിക ഞാനല്ല, നമ്മുടെ അമ്മയാണ്. അമ്മ നീണ്ട 5 പതിറ്റാണ്ടിന് ശേഷം അമ്മയുടെ കൂട്ടുകാരിയെ കാണാൻ പോകുന്ന വീഡിയോയാണ്. അതായത് അമ്മയുടെ 10ാം ക്ലാസ് കാലഘട്ടത്തിൽ പഠിച്ച് പിരിഞ്ഞ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കൂട്ടുകാരിയായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞു പോയി. 50 വർഷത്തോളം അവർക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഈ ഇടയ്ക്കാണ് കോണ്ടാക്ട് നമ്പറൊക്കെ കിട്ടുന്നത്. അങ്ങനെ അവരുടെ സൗഹൃദം പിന്നീട് ചെറിഷ് ചെയ്യുകയായിരുന്നു. അങ്ങനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് രണ്ടുപേരും ഇന്ന് മീറ്റ് ചെയ്യുന്ന സുദിനമാണ്. അപ്പോൾ അമ്മ എന്നോട് തലേ ദിവസം വന്ന് പറഞ്ഞിരുന്നു, അമ്മയുടെയും കൂട്ടുകാരുടെയും ഫോട്ടോ എടുത്തു കൊടുക്കാൻ മറക്കരുത്, അമ്മയ്ക്കത് നോക്കണം, എപ്പോഴും ഓർക്കാനുള്ളതാണ് എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, ഫോട്ടോ മാത്രമാക്കണ്ട, ഈ ഒരു ജേർണി അമ്മയ്ക്ക് നല്ലൊരു മെമ്മറബിൾ ആയിരിക്കട്ടെ, അതിൻ്റെ ഒരു വീഡിയോ തന്നെ എടുത്ത് അമ്മേനെ ഒന്ന് ചെറുതായിട്ട് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു. ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അമ്മയുടെ കൂട്ടുകാരുടെ വീട്. അപ്പം ഞങ്ങൾ അമ്പലത്തിലും കയറി തൊഴുതിട്ടാണ് വീട്ടിലേക്ക് പോയത്. ആള് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് റോട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. അവരറിയാതെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തത്. അതിൻ്റെ എല്ലാ പോരായ്മകളും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒട്ടും ഫോക്കസ്ഡ് അല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഫോണൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തതാണ്. വെട്ടുമില്ല, വെളിച്ചമില്ല. എന്നാലും സാരില്ല, ഈ വീഡിയോ കാണുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അമ്മയുടെ കൂട്ടുകാരി ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഗിരിജ എന്നാണ് ആളുടെ പേര്. ചെറിയ കക്ഷിയൊന്നുമല്ല, എറണാകുളം തൃപ്പൂണിത്തുറ ചിന്മയ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. റിട്ടയർമെന്റ് ജീവിതം കല, സാഹിത്യം, നൃത്തം, എഴുത്ത്, വായനയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു കക്ഷി കൂടിയാണ് കേട്ടോ. വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മേനെ വീടും പരിസരവും ഒക്കെ കൊണ്ടുപോയി കാണിച്ചു. ഒത്തിരി നേരം അവർ സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചു. അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇതിന് കൂട്ടുകാരനെ കൊല്ലാൻ ആയുധമെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയും ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കാണാനോ മിണ്ടാനോ സാധിക്കാതെ പോയവർ.